അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വർഷം തുടങ്ങിയതിൻ്റെ രണ്ടാമത്തെ മാസം ഫെബ്രുവരിയിൽ ആപ്പിൾ ഒരു ഇവൻറ്റ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം സാക്ഷാൽ ടിം അണ്ണൻ തന്നെ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പേജിലൂടെ ഷെയർ ചെയ്ത ഇൻവിറ്റേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: മീറ്റ് ദ ന്യൂവസ്റ്റ് മെമ്പർ ഓഫ് ദി ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഒരു മെമ്പർ, അതോടൊപ്പം ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഇവൻറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്? സോ അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. നിങ്ങൾ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് ആപ്പിളിനെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവും, ആപ്പിൾ പൊതുവേ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ പ്രത്യേകിച്ചും ഫെബ്രുവരിയിലൊന്നും പുതിയ പ്രൊഡക്റ്റുകളോ ഇവൻറ്റുകളോ ഒന്നും അനൗൺസ് ചെയ്യാറില്ല. മിക്കവാറും അതും നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. എന്നാൽ ഈ വർഷം അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്, വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാരണമുണ്ട്. പക്ഷേ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൽ വരാൻ പോകുന്ന ആ ഒരു ക്രൂഷ്യലായിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണ്? നിലവിലുള്ള ലീക്സും റൂമേഴ്സും എല്ലാം വിരളി ചൂണ്ടുന്ന ഒരൊറ്റ പ്രൊഡക്റ്റിലാണ് പുതിയ ആപ്പിളിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ചീപ്പസ്റ്റ് വേർഷൻ ഓഫ് ഐഫോൺ, അതായത് ഐഫോൺ SE. ഇനി ഈ വരുന്ന പുതിയ ഐഫോൺ SE 4th ജനറേഷൻ അഥവാ ഐഫോൺ 16e നിലവിൽ ഉള്ള ഈ ഒരു ഓൾഡ് സ്കൂൾ ഡിസൈൻ, ഇതിൽ നിന്ന് കംപ്ലീറ്റ് ഒരു എൻറ്റയർ ഡിസൈൻ ചേഞ്ചാണ് ആപ്പിൾ ഇതിൽ കൊണ്ടുവരുന്നത്. ഈ ഒരു എൻറ്റയർ ഡിസൈൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ആ ഒരു ഷാസി, അതായത് ഐഫോൺ 15 അല്ലെങ്കിൽ 16 സീരീസിൽ നമ്മൾ കണ്ടിരിക്കുന്ന സെയിം ഷാസി തന്നെ ആയിരിക്കും. ഈ ഒരു ഷാസി വരുന്നതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു ഫിസിക്കൽ ചേഞ്ചസും നമുക്ക് ഈ ഒരു ഡിവൈസിൽ എക്സ്പെക്ട് ചെയ്യാം. ഒന്ന്, ഈ ഒരു 4.5 ഇഞ്ച് ഡിസ്പ്ലേയിൽ നിന്ന് മാറി 6.1 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേയിലേക്ക് മാറുന്നു. രണ്ട്, ഈ ഒരു ലൈറ്റ്നിങ് എന്നുള്ള പോർട്ട് കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കൊണ്ട് ടൈപ്പ് സിയിലേക്ക് മാറും. USB ടൈപ്പ് സി കൊടുക്കുന്നതുകൊണ്ട് തന്നെ EU റെഗുലേഷൻസ് എല്ലാം തന്നെ പാലിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ആപ്പിളിന് അവിടെ ഈ ഒരു പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു ബിസിനസ് പരമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്ന്, ഇതിൻ്റെ ബാക്കാണ്. ബാക്കിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 3 ജനറേഷൻ SE സീരീസിൽ നമുക്കറിയാം ഒരൊറ്റ സിംഗിൾ ക്യാമറയേ ഉള്ളൂ. അതേ ആ ഒരു ലെഗസി തന്നെയാണ് ആപ്പിൾ ഇവിടെയും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അതായത് സെയിം 15, 16 സീരീസിൻ്റെ ഷാസിയിൽ ഒരു സിംഗിൾ ക്യാമറ ലെൻസ് മൊഡ്യൂൾ ആയിരിക്കും ഈ ഒരു SE 4 അഥവാ 16e ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു ബാക്ക് പാനലായിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. പല ലീക്കുകളും റൂമറുകളും സജസ്റ്റ് ചെയ്തത് ആപ്പിൾ ഫ്രണ്ടിൽ ഈ ഒരു ഡിസ്പ്ലേ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഡൈനാമിക് ഐലൻഡ് ഇൻക്ലൂഡ് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആപ്പിൾ ഇതിനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേർഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ലൈനപ്പിൻ്റെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിനകത്ത് നിൽക്കുന്ന വേർഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പം ഒരിക്കലും ഡൈനാമിക് ഐലൻഡ് കൊടുക്കുമോ എന്ന് തോന്നുന്നില്ല. കാരണം അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം കറണ്ട് ലൈനപ്പിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 15നെയും 16th സെയിലിനെയും അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ആപ്പിൾ ഇതിൽ ഡൈനാമിക് ഐലൻഡിന് പകരം നോച്ച് തന്നെയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ സിംഗിൾ മൊഡ്യൂൾ ക്യാമറ, അതൊരു പുതിയ 48 MP സെൻസർ ആയിരിക്കും. നിലവിൽ ഐഫോൺ 15ലും 16ലും കൊടുത്തിരിക്കുന്ന പോലെ ഒരു വൈഡ് ആംഗിൾ 48 MP സെൻസർ ആയിരിക്കും. ഇതൊരു വൈഡ് ആംഗിൾ സെൻസറാണ്, ഇതൊരു അൾട്രാ വൈഡ് സെൻസർ അല്ല. ഇതൊരു 48 MP സെൻസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2x ടെലിഫോട്ടോ ക്രോപ്പിങ്ങും അവൈലബിൾ ആകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇതൊരു 48 MP സെൻസറാണ്. നമുക്കറിയാം ഐഫോൺ 15ലും 16ലും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം അതിൽ 1xന് ശേഷം 5xോ 3xനോ പകരം ആപ്പിൾ ഒരു 2x കൊടുത്തായിരുന്നു. അതായത് ഡിജിറ്റൽ ക്രോപ്പിംഗ് ആണ് അതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 48 MP സെൻസറിനെ നമുക്ക് 2xലേക്ക് ക്രോപ്പ് ചെയ്താലും വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ലോസോ കാര്യങ്ങളോ ഇല്ലാതെ ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇതിനെ പവർ ചെയ്യാൻ പോകുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്പായിട്ടുള്ള A18 ആയിരിക്കും. ഇതിൻ്റെ SoC A18 ആയതുകൊണ്ട് തന്നെ ഇതിൽ വരാൻ പോകുന്ന റാം കപ്പാസിറ്റി എന്ന് പറയുന്നത് 8GB ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിസ്സംശയം ഇതിൽ ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ടും നമുക്ക് ലഭിക്കും. പിന്നീട് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഓൾറെഡി ഇതിൽ വരാൻ പോകുന്ന പ്രോസസ്സർ A18 ആണ്. സോ A18 എന്ന് പറയുന്നത് ഒരു ബാറ്ററി അത്രയധികം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സറല്ല. അതുകൊണ്ട് തന്നെ A18 വിത്ത് ഒരു ബെറ്റർ ബിഗർ ബാറ്ററി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മാസീവ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ് ഈ ഒരു ഡിവൈസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഈ ഒരു ഡിവൈസിൻ്റെ ഏറ്റവും വലിയ ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ചോപ്പ് ചെയ്ത് ഇതിനെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ പോകുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ നെറ്റ്വർക്ക് മോഡമാണ്. അതായത് ആപ്പിളിൻ്റെ സ്വന്തം ലാബിൽ ഡിസൈൻ ചെയ്ത ആപ്പിളിൻ്റെ കസ്റ്റമൈസ്ഡ് 5G മോഡമാണ് ആപ്പിൾ ഇതിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഡിവൈസിലായിരിക്കും അതിൻ്റെ അരങ്ങേറ്റം. അതുകൊണ്ട് തന്നെ ഉണ്ടാകാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിങ്ങിലാണ്. കാരണം ക്വാൽക്കത്തിൽ നിന്ന് നല്ല വില കൊടുത്താണ് ഓരോ 5G മോഡവും ആപ്പിൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിന് പകരം ആപ്പിളിൻ്റെ തന്നെ ലാബിൽ ആപ്പിൾ തന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു 5G മോഡം ഉപയോഗിക്കുമ്പോൾ അത്രയധികം കോസ്റ്റ് ആപ്പിളിന് കുറയ്ക്കാൻ സാധിക്കും. അത് നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു രീതിയിൽ ഇതിനെ എഫക്റ്റീവായിട്ട് വരും എന്നുള്ളതാണ്. പിന്നീട് ഇതിൽ സാറ്റലൈറ്റ് കണക്ടിവിറ്റി, എമർജൻസി SOS, അതോടൊപ്പം തന്നെ 128GB ഇതിൻ്റെ സ്റ്റോറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം A18 മിനിമം വേണ്ട ഒരു സ്റ്റോറേജ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 128 ആണ്. 64ലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനി നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഇൻവിറ്റേഷൻ, അതിൽ വളരെ വ്യക്തമായിട്ട് കാണാം ഈ ഒരു ആനിമേറ്റിംഗ് ആയിട്ടുള്ള ആപ്പിൾ ലോഗോ ആണ് അതിന് സെൻറ്ററിലുള്ളത്.
എന്നാൽ അതിന് ചുറ്റിനും ഒരു ഫെയ്ഡഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു സർക്കിൾ കാണാൻ സാധിക്കും. സോ ആപ്പിൾ ലോഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ഇവൻറ്റിൽ നമ്മൾ ഈ ഒരു ഡിവൈസ് പർട്ടിക്കുലർ ഐഫോൺ മാത്രമാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഈ ഒരു ഇമേജ് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ആനിമേഷൻ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ എയർ ടാഗാണ്. എൻ്റെ ഒരു കണക്കുകൂട്ടലാണ് ഞാൻ പറയുന്നത്. മേ ബി നമുക്ക് പുതിയൊരു സെക്കൻഡ് ജനറേഷൻ എയർ ടാഗ് ഈ ഒരു ഇവൻറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു എയർ ടാഗ് വരുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ വലിയ ഡിസൈൻ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ റേഞ്ചാണ്. നിലവിലൊരു എയർ ടാഗിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 9 to 30 meters ആണ്. സോ ആ ഒരു പ്രോക്സിമിറ്റിക്കകത്ത് നിന്നാൽ മാത്രമേ ഉള്ളൂ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആകത്തുള്ളൂ. സോ ആ ഒരു റേഞ്ച് എക്സ്റ്റൻഷൻ എന്നുള്ള കാര്യമാണ് ഞാൻ ഇതിലൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടെ വൈഡറായിട്ടുള്ള ഒരു റേഞ്ച് കവർ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പുതിയ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് UW ചിപ്പ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഐഫോൺ 12 11 സീരീസ് മുതലാണ് ആപ്പിൾ ഈ പറഞ്ഞ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ വന്നത് നമുക്കറിയാം ഐഫോൺ 15 സീരീസ് മുതലാണ്. പിന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള മിക്ക ആപ്പിൾ പ്രോഡക്ട്സിലും ആപ്പിൾ ഈ പറഞ്ഞ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഫൈൻഡ് മൈ ഉപയോഗിച്ച് പല ഡിവൈസുകളും ആ ഒരു പ്രോക്സിമിറ്റിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നതും ഫൈൻഡബിൾ ആകുന്നതും. സോ പുതിയൊരു അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് നമുക്കിതിൽ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് വേറെ ഫിസിക്കൽ ചേഞ്ചസ് ഒന്നുമില്ല എക്സെപ്റ്റ് പുതിയ കുറച്ച് കളേഴ്സിലും നമുക്ക് ഈ ഒരു എയർ ടാഗ് അവൈലബിൾ ആകാനുള്ള ചാൻസസ് ഉണ്ട്. എയർ ടാഗും ഐഫോണും കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഇവൻറ്റിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതൊരു പുതിയ ഡിവൈസോ പ്രോഡക്റ്റോ ആയിട്ടല്ല, നിലവിലുള്ള ആപ്പിളിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകൾക്ക് അപ്ഗ്രഡേഷൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിപ്പം നമുക്ക് മാർച്ച് ഏപ്രിലായിട്ട് നടത്തേണ്ട കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നിസ്സാരം ഒരു പ്രസ് റിലീസിലൂടെ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ അത് മിക്കവാറും ആപ്പിളിന് ഈ ഒരു ഇവൻറ്റിൽ മേ ബി അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ അനൗൺസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രസ് റിലീസിലൂടെ നാളെയോ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലോ മേ ബി ആപ്പിളിന് ഇത് അനൗൺസ് ചെയ്യാൻ സാധിക്കും. അതിലൊന്നാമത്തെ കാര്യം ഐപാഡുകൾക്കാണ്. ഒന്ന് ഐപാഡ് എയറിനും ബേസ് മോഡൽ ഐപാഡിനും. ഐപാഡ് എയറിൽ റൂമേഴ്സുകൾ സജസ്റ്റ് ചെയ്യുന്നത് ഐപാഡ് M3 എന്ന് പറയുന്ന ചിപ്പ് സ്കിപ്പ് ചെയ്ത് M4ലേക്ക് ഡയറക്റ്റ് അപ്ഗ്രഡേഷൻ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം M1 മുതലുള്ള എല്ലാ സീരീസ് ചിപ്പുകളിലും അല്ലെങ്കിൽ എല്ലാ സിൽക്കണുകളിലും നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ടുള്ളതാണ്. സോ ഐപാഡിന് നിലവിലുള്ള ഡിസൈനും കാര്യങ്ങളും എല്ലാം തന്നെ ഫോളോ ചെയ്തുകൊണ്ട് M2ൽ നിന്ന് M3 സ്കിപ്പ് ചെയ്ത് M4ലേക്കുള്ളൊരു ടെക് അപ്ഗ്രേഡാണ്, ഇൻറ്റേർണലി ഉള്ള ഒരു അപ്ഗ്രേഡാണ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഐപാഡിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ളൊരു കീബോർഡ്, മാജിക് കീബോർഡും ആപ്പിൾ കൊണ്ടുവരാനുള്ള ചാൻസസ് ആണ് പല റൂമേഴ്സും ലീക്കുകളും സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പം നമുക്കറിയാം ഐപാഡ് പ്രോയ്ക്കും ഐപാഡ് എയറിനും ആപ്പിളിൻ്റെ പ്രീമിയം ലെവൽ ഓഫ് അലുമിനിയം ഫ്രെയിമിൽ വരുന്ന ആ ഒരു കീബോർഡും മാജിക് ട്രാക്ക് പാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഐപാഡ് എയർ യൂസേഴ്സിന് അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ആപ്പിൾ കുറച്ചും കൂടെ ചീപ്പറായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാജിക് കീബോർഡ് ഫോർ ഐപാഡ് എയർസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഉള്ളത് ബേസ് മോഡൽ ഐപാഡാണ്, 11th ജനറേഷൻ ഐപാഡ്. ഇപ്പം നിലവിലുള്ള ഐപാഡ് ലൈനപ്പിൽ ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ഇല്ലാത്ത ഒരൊറ്റ ഐപാഡേ ഉള്ളൂ, അതാണ് ബേസ് മോഡൽ ഐപാഡ്. സോ ആപ്പിൾ അതിനൊരു അപ്ഗ്രേഡും കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പം ഉള്ളത് A14 ചിപ്പാണ്, A14 A15 സീരീസ് ചിപ്പാണ്. അതിൽ നിന്ന് ആപ്പിൾ A17 Pro ചിപ്പ് കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം റീസെൻ്റ്ലി നമുക്കറിയാം ഐപാഡ് മിനിക്ക് A15 നിന്ന് ആപ്പിൾ A17 Pro ചിപ്പ് കൊടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഐപാഡ് മിനിയിൽ നമുക്കിപ്പം പുതിയ ആപ്പിൾ ഇൻ്റലിജൻസ് എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യും. അതോടൊപ്പം ആപ്പിളിൻ്റെ ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്ന ആ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അതും അതിൽ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ആപ്പിൾ സപ്പോർട്ട് ഇൻക്ലൂഡ് ചെയ്യുക, ആ ഒരു ലൈനപ്പ് കംപ്ലീറ്റ്ലി പൂർത്തിയാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ആപ്പിൾ ഇതിൽ ഒരു A17 Pro ചിപ്പെങ്കിലും മിനിമം ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഒരു അപ്ഗ്രേഡ് ഐപാഡ് ബേസ് മോഡലിൽ വരാൻ പോകുന്നത്. ആൻഡ് ഫൈനലി മാക്ബുക്ക് എയർ. നിങ്ങൾക്കറിയാം മാക് ലൈനപ്പിൽ ബാക്കി മിക്ക ഡിവൈസുകളും M4ലേക്ക് അപ്ഗ്രേഡ് ചെയ്തു, എക്സെപ്റ്റ് മാക്ബുക്ക് എയർ മാത്രമാണ് ഇപ്പോഴും ആപ്പിൾ M2 M3 ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ M4ലേക്ക് ഒരു അപ്ഗ്രേഡേഷനും മാക്ബുക്ക് എയറിൽ കൊണ്ടുവരും. ഈ ഒരു M4 വരുന്നതുകൊണ്ട് തന്നെ നിലവിലുള്ള M3 M2 മാക്ബുക്ക് എയറിനേക്കാൾ വരാൻ പോകുന്ന ഒരു മേൽക്കൊയ്മ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാക്ബുക്ക് എയറിൻ്റെ ലിഡ് ഇതുപോലെ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് അപ് ടു 2 എക്സ്റ്റേണൽ മോണിറ്റേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജാണ് പുതിയ M4 ചിപ്പ് അതിലേക്ക് കൊണ്ടുവരുമ്പം ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് അപ്ഗ്രേഡുകളും ഈ ഒരു ഇവൻറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാളെ വെനസ്ഡേ February 19th നടക്കാൻ പോകുന്ന ആപ്പിളിൻ്റെ ഈ ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റോ ആയിട്ടുള്ള ഈ ഒരു പരിപാടിയിൽ നടക്കാൻ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Until then,